ഹലോ മൈ ചങ്ക്സ് ഹവ് യു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LP-UPയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ബോധന ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാഠ്യവസ്തുക്കളുടെ കാര്യക്ഷമമായി ചിട്ടപ്പെടുത്തുക, ഉള്ളടക്കം വ്യക്തമായി ഉൾക്കൊള്ളിക്കുക, സമയം, സാമഗ്രികൾ, പ്രയത്നം എന്നിവ ലഭിക്കാനാകും. ഇവയെല്ലാം അപ്പം ഇവിടെ നോർമലി ഇവയെല്ലാം എന്നുള്ള ആൻസർ വരുമ്പോൾ ആൻസർ ഏതായിട്ടാണ് വരാറുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന ഇവയെല്ലാം എന്നിട്ടുള്ളതാണ് വരാറുള്ളത്. അപ്പം നമ്മൾ ബോധന ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പാഠ്യവസ്തുക്കളെ നമ്മൾ കാര്യക്ഷമമായിട്ട് ചിട്ടപ്പെടുത്തുക, ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ഉള്ളടക്കം വ്യക്തമായിട്ട് ഉൾക്കൊള്ളിക്കുക, സമയം, സാമഗ്രികൾ, പ്രയത്നം എന്നിവ ലാഭിക്കാനാകും. ഇതാണ് നമ്മൾ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ബോധനത്തിന് ഒരു പ്ലാനിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യക്ഷമമായിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും, ഉള്ളടക്കം വ്യക്തമായിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റും, സമയം, സാമഗ്രികൾ, പ്രയത്നം എന്നിവ ലാഭിക്കാനാകും. ഇനി ബോധന ആസൂത്രണത്തിലെ ദീർഘകാല ആസൂത്രണം എന്നറിയപ്പെടുന്നത് എന്താ? ദീർഘകാലമാണ് വാർഷിക ആസൂത്രണം വരുന്നത്. ഏതാണ് വാർഷിക ആസൂത്രണം? അടുത്തത് ഉദ്ദേശങ്ങൾക്കും ഉള്ളടക്കത്തിനും നൽകേണ്ട ആപേക്ഷിക പ്രാധാന്യം വ്യക്തമാക്കുന്ന ബോധന ആസൂത്രണ രേഖ ആണ് ഏത്? വാർഷിക ആസൂത്രണം പറയുന്നത്. ഉദ്ദേശങ്ങൾക്കും ഉള്ളടക്കത്തിനും നൽകേണ്ട ആപേക്ഷിക പ്രാധാന്യം വ്യക്തമാക്കുന്ന ബോധന ആസൂത്രണ രേഖയ്ക്ക് പറയുന്ന പേരാണ് വാർഷിക ആസൂത്രണം. അപ്പോൾ ഉദ്ദേശങ്ങൾക്കും ഉള്ളടക്കത്തിനും നൽകേണ്ട ആപേക്ഷിക പ്രാധാന്യം വ്യക്തമാക്കുന്ന ബോധന ആസൂത്രണ രേഖയാണ് വാർഷിക ആസൂത്രണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തിനു വേണം? ഉദ്ദേശങ്ങൾക്കും ഉള്ളടക്കത്തിനും ആപേക്ഷിക പ്രാധാന്യം. ഇനി അധ്യാപനം വഴി നേടേണ്ട ഉദ്ദേശങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അധ്യാപനം വഴി നേടേണ്ട കാര്യം, അതായത് വിജ്ഞാനം വേണം, ആശയഗ്രഹണം വേണം, പ്രയോഗം വേണം, നൈപുണി വേണം, താല്പര്യം വേണം, മനോഭാവം വേണം, മൂല്യങ്ങൾ വേണം. ഇതെല്ലാം അധ്യാപനം വഴി നേടേണ്ട ഉദ്ദേശങ്ങളാണ്. അപ്പോൾ അറിവ് വേണം, അതിനുള്ള ആശയം ഗ്രഹിക്കണം, അത് പ്രയോഗിക്കാൻ അറിയണം, അതുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽ വേണം, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, നല്ല മനോഭാവമായിരിക്കണം, അതിന് വാല്യൂസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അധ്യാപനം വഴി നേടേണ്ട ഉദ്ദേശ്യങ്ങൾ എന്ന് പറയുന്നത്. ഉദ്ദേശ്യങ്ങൾ എന്ന് പറഞ്ഞത് വിജ്ഞാനം, ആശയഗ്രഹണം, പ്രയോഗം, നൈപുണി, താല്പര്യം, മനോഭാവം, മൂല്യങ്ങൾ. ഇനി പാഠ്യപദ്ധതി പദ്ധതിയുടെ ഉള്ളടക്കത്തിൽ നിന്ന് എടുത്ത അർത്ഥപൂർണമായ സമ്പൂർണ്ണ അംശം എന്ത്? ഏതാണ് അർത്ഥപൂർണമായ സമ്പൂർണ്ണ അംശം എന്ന് ചോദിക്കുമ്പോൾ ഏകകം എന്ന കാര്യം ആലോചിച്ച് വെക്കുക. എന്താണ് അർത്ഥപൂർണമായ സമ്പൂർണ്ണ അംശമാണ് ഏകകം. ഉള്ളടക്കത്തിന്റെ അപഗ്രഥനവും അവലോകനവും സ്പഷ്ടീകരണങ്ങളും അവതരിപ്പിക്കുന്നത് ഏത് ആസൂത്രണത്തിൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഏകക ആസൂത്രണത്തിലാണ് അപഗ്രഥനവും അവലോകനവും സ്പഷ്ടീകരണങ്ങളും അവതരിപ്പിക്കുന്നത്. ഏകക ആസൂത്രണത്തിലാണ്. ഏകക ആസൂത്രണത്തിലാണ്. നല്ല അധ്യാപനത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഏത്? ഏതാണ്? പാഠാസൂത്രണം ആണ് നല്ല അധ്യാപനത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത്. പാഠത്തിനെ ആസൂത്രണം ചെയ്യുക. ഒരു പാഠത്തിൽ അവതരിപ്പിക്കേണ്ട ക്രമത്തിൽ സംഘാടനം ചെയ്ത പോയിന്റുകളുടെ രൂപരേഖയാണ് പാഠാസൂത്രണം എന്ന് പറഞ്ഞത് ആര്? കാർദർ വി ഗുഡ് ആണ്. ഒരു പാഠത്തിൽ അവതരിപ്പിക്കേണ്ട ക്രമത്തിൽ സംഘാടനം ചെയ്ത പോയിന്റുകളുടെ രൂപരേഖയാണ് പാഠാസൂത്രണം എന്ന നിർവചനം ആരുടേതാണ്? കാർദർ വി ഗുഡിൻ്റെതാണ്. ഒരു പാഠത്തിൽ അവതരിപ്പിക്കേണ്ട ക്രമത്തിൽ സംഘാടനം ചെയ്ത പോയിന്റുകളുടെ രൂപരേഖയാണ് പാഠാസൂത്രണം എന്ന് പറഞ്ഞത് കാർദർ വി ഗുഡ്. പാഠാസൂത്രണത്തിലെ ഹെർബാർഷ്യൻ സമീപനത്തിൽ പറഞ്ഞിട്ടുള്ള ശരിയായ ക്രമം ഏത്? പാഠാസൂത്രണത്തിലെ ഹെർബാർഷ്യൻ സമീപനത്തിൽ പറഞ്ഞിരിക്കുന്ന ശരിയായിട്ടുള്ള ക്രമം: സജ്ജീകരണം, പാഠപ്രദർശനം, താരതമ്യം. സജ്ജീകരിക്കുക, പാഠത്തിനെ പ്രദർശിപ്പിക്കുക, പ്രദർശനം ആൻഡ് താരതമ്യം. ഇതാണ് ഹെർബാർഷ്യൻ സമീപനത്തിൽ പറഞ്ഞിട്ടുള്ള ശരിയായ ക്രമം. സജ്ജീകരണം, പാഠപ്രദർശനം, താരതമ്യം. സജ്ജീകരണം, പാഠപ്രദർശനം, താരതമ്യം. സജ്ജീകരണം, പാഠപ്രദർശനം ആൻഡ് താരതമ്യം. സജ്ജീകരണം, പാഠപ്രദർശനം, താരതമ്യം.
പാഠാസൂത്രണ രേഖയുടെ ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കേണ്ട വിവരങ്ങളിൽ പെടാത്തത് ഏത്? പാഠ്യവസ്തുക്കൾ, ബോധന ഉപകരണങ്ങൾ എന്നിവയുടെ മുന്നറിവ് ആണ്. പാഠ്യവസ്തുക്കൾ, ബോധന ഉപകരണങ്ങൾ എന്നിവയുടെ മുന്നറിവാണ് ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കേണ്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. പാഠ്യവസ്തുക്കൾ, ബോധന ഉപകരണങ്ങൾ, മുന്നറിവ് ഇവയൊക്കെയാണ് ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കേണ്ട വിവരങ്ങളിൽ പെടാത്തത്. പാഠ്യവസ്തുക്കൾ ഏതാണെന്ന് പറയേണ്ട, ബോധന ഉപകരണങ്ങൾ, മുന്നറിവ് ഇവയൊന്നും എവിടെ ഉൾപ്പെടുത്തേണ്ട കാര്യം ഇല്ല. ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കേണ്ട വിവരങ്ങളിൽ പെടാത്തതായിട്ടാണ് വന്നിരിക്കുന്നത്. അതേസമയം അധ്യാപകന്റെ പേര്, വിദ്യാലയത്തിന്റെ പേര്, വിഷയം, ഏകകം, പ്രകരണം, ക്ലാസ്, ഡിവിഷൻ, കുട്ടികളുടെ എണ്ണം ഇവയെല്ലാം എവിടെ ഉൾപ്പെടുത്തണം? പാഠാസൂത്രണ രേഖയുടെ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ അധ്യാപകന്റെ പേര്, വിദ്യാലയത്തിന്റെ പേര്, വിഷയം, ഏകകം, പ്രകരണം, ക്ലാസ്, ഡിവിഷൻ, കുട്ടികളുടെ എണ്ണം ഇവയെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പാഠാസൂത്രണം എന്നാൽ ഒരു പീരീഡിലേക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിൽ പഠന പ്രവർത്തനങ്ങൾ വിശദമായി വിവരിക്കുന്നുണ്ട്. പാഠാസൂത്രണം എന്നാൽ ഒരു പീരീഡിലേക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിൽ പഠന പ്രവർത്തനങ്ങൾ വിശദമായി വിവരിക്കുന്നു. പാഠാസൂത്രണത്തിൽ പരിശോധനയ്ക്കുള്ള ചോദ്യങ്ങൾ നൽകുന്നു. പാഠാസൂത്രണത്തിൽ പരിശോധനയ്ക്കുള്ള ചോദ്യങ്ങൾ നൽകുന്നു. എന്നാൽ ഏകക ആസൂത്രണത്തിൽ മൂല്യനിർണ്ണയ ഉപകരണങ്ങളും ഉപാധികളും സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു പാഠാസൂത്രണം എന്ന് പറഞ്ഞാൽ ഒരു പീരീഡിലേക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾക്ക് അതിൽ പഠന പ്രവർത്തനങ്ങൾ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. അതായത് പാഠാസൂത്രണത്തിൽ പരിശോധനയ്ക്കുള്ള ചോദ്യങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു പാഠമാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ അതിന് പരിശോധനയ്ക്കുള്ള ചോദ്യങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു യൂണിറ്റ് വൈസായിട്ട് അല്ലെങ്കിൽ ഒരു ഏകക ആസൂത്രണമാണ് എങ്കിൽ മൂല്യനിർണ്ണയ ഉപകരണങ്ങളും ഉപാധികളും സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം അതായത് നമ്മൾ ലെസൺ എന്ന് പറയത്തില്ലേ, ലെസൺ കുറേ ലെസൺസ് ചേരുന്നതായിരിക്കുമല്ലോ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ ലെസൺ അല്ലെങ്കിൽ പാഠാസൂത്രണത്തിൽ ഒരു പീരീഡിലേക്ക് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ യൂണിറ്റ് വൈസ് വരുമ്പോൾ കുറേ ലെസൺസ് ചേർന്നായിരിക്കും ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഉപാധികളും സൂചിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും കൂടുതൽ കണ്ടൻസ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഹെഡിങ്സ് മാത്രം അല്ലെങ്കിൽ അതിനെ പ്രധാനമായിട്ട് സൂചനകൾ മാത്രമേ അവിടെ നൽകാറുള്ളൂ. വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അവിടെ ഉണ്ടായിരിക്കത്തില്ല. ഇനിയും ഏകക ആസൂത്രണത്തിൽ ഉള്ളടക്കം പ്രധാനവും അല്ലാത്തതുമായ വസ്തുതകളുടെ ധാരണകളുമായി വർഗീകരിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ് ചെയ്യുന്നത് എവിടെയാണ്? യൂണിറ്റ് വൈസായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഏകക ആസൂത്രണത്തിൽ ഉള്ളടക്കത്തിന്റെ പ്രധാനവും അല്ലാത്തതും പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള വസ്തുതകളും ധാരണകളുമായി വർഗീകരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവയെല്ലാം ശരിയാണ്. ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ അതായത് ഒരു ലെസൺ വൈസായിട്ടും യൂണിറ്റ് വൈസായിട്ടുമുള്ള കാര്യങ്ങൾ, ലെസൺ വൈസ് ആകുമ്പോൾ ഓരോ പീരീഡിലേക്കുള്ള കാര്യങ്ങളാണ് അവിടെ അനാലിസിസ് ചെയ്യുന്നത്, അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി യൂണിറ്റ് വൈസായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കുറച്ച് വാല്യൂ നിർണ്ണയിക്കുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ അവിടെ ഉള്ളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വേണ്ടതും വേണ്ടാത്തതുമായിട്ട് ക്രമീകരിക്കുന്നത് എവിടെയാണ്? ഏകക ആസൂത്രണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നടക്കുന്നത് എവിടെയാണ്? ലെസൺ വൈസ് അല്ലെങ്കിൽ പാഠത്തിന്റെ ആസൂത്രണത്തിലാണ്. ഇനി അർത്ഥപൂർണമായ ഭാഷാപര സ്വീകരണ പഠനം എന്നത് ആരുടെ ആശയമാണ്? ആരുടേതാണ്? ഓസുബലിന്റെ ആണ്. ഓസുബലിന്റെ ആണ് അർത്ഥപൂർണ ഭാഷാപര സ്വീകരണ പഠനം എന്നത് ആരുടെ ആശയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസുബലിൻ്റെതാണ്. അർത്ഥപൂർണ ഭാഷാപര സ്വീകരണ പഠനം എന്നത് ആരുടെ ആശയമാണ്? ഓസുബലിൻ്റെ ആശയമാണ്. ഇനി ബെഞ്ചമിൻ ബ്ലൂമിൻ്റെ ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണ പട്ടികയിൽ വൈജ്ഞാനിക മേഖലയുടെ ഏറ്റവും ഉയർന്ന പഠനതലം ഏതാണ്? വിലയിരുത്തലാണ്. ബെഞ്ചമിൻ ബ്ലൂമിൻ്റെ ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണ പട്ടികയിൽ വൈജ്ഞാനിക മേഖലയുടെ ഏറ്റവും ഉയർന്ന പഠനതലമാണ് വിലയിരുത്തൽ.
14-ാമത്, ഗാഗ്നിയുടെ അഭിപ്രായത്തിൽ പഠിതാവ് ഒരു തത്വം പഠിച്ചുവോ എന്ന് അളക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു തത്വം പഠിച്ചുവോ എന്ന്, അതായത് പഠിച്ച തത്വത്തെ മറ്റൊരു സന്ദർഭത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പഠിച്ച തത്വത്തെ മറ്റൊരു സന്ദർഭത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാഗ്നിയുടെ അഭിപ്രായത്തിൽ പഠിതാവ് ഒരു തത്വം പഠിച്ചോ എന്ന് അളക്കുന്നത്. പഠിച്ച തത്വത്തെ മറ്റൊരു സന്ദർഭത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോഴ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിശ്ചിത പരിധി നിർണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് രീതി അറിയപ്പെടുന്ന പേര് എന്താണ്? അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നാണ്. എന്താണ്? അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നാണ്. കോഴ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിശ്ചിത പരിധി നിർണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് രീതിക്ക് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നാണ്. അപ്പം കോഴ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിശ്ചിത പരിധി നിർണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് രീതിയാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ശരി, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ. താങ്ക് യു.